ആദ്യമായി ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. ഞാൻ കരുനാഗപ്പള്ളി കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് അനില എന്നാണ്. ഇത് എൻ്റെ മകൾ ആർച്ച, ഇത് എൻ്റെ മകൻ അർത്ഥനാഥ്. ഞാൻ ഇവിടെ വരാൻ കാരണം എൻ്റെ മോടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ്. വിദ്യാഭ്യാസത്തിന് പോകാൻ അവൾക്ക് തുടർന്ന് +2 കഴിഞ്ഞ് പഠിക്കാൻ നിവൃത്തിയില്ലാതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് പേരെ വിളിക്കുകയും പൈസയുടെ കാര്യം പറയുകയും ചെയ്ത്. എനിക്ക് എൻ്റെ ഭർത്താവില്ല, എനിക്ക് ലോട്ടറി കച്ചവടമാണ്. അപ്പോൾ അവൾക്ക് തുടർന്ന് കാർഡിയോളജി പഠിക്കണമെന്നാണ് അവിടെ ആഗ്രഹം. അത് പഠിക്കാനുള്ള പൈസ ഇല്ലാതെ ഞാൻ ഒരുപാട് പേരെ വിളിച്ച് പൈസയ്ക്ക് വേണ്ടി. അങ്ങനെ ഇരുന്ന ഈ മോൻ്റെ മിസ്സിനെ വിളിച്ചപ്പോൾ മിസ്സിനോട് ഞാൻ ചോദിച്ചു, മിസ്സെ ആരെങ്കിലും സഹായിക്കുന്നവരുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മിസ്സ് പറഞ്ഞ് ആലപ്പുഴയിൽ കൃപാസന മാതാവുണ്ട്, അമ്മ അവിടെ പോയി പ്രാർത്ഥിക്ക്, അമ്മയ്ക്ക് അമ്മയുടെ കാര്യം സാധിക്കുമെന്ന് പറഞ്ഞ്. അങ്ങനെ പിറ്റേന്ന് തന്നെ ഞാൻ ഇവിടെ വന്ന്, ഞാനും എൻ്റെ മക്കളൂടെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്നോ എന്തുവാ ഉടമ്പടിയെന്നോ ഒന്നും അറിഞ്ഞുകൂടാ. ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കാൻ വന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ച് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ പറഞ്ഞ് എന്തായാലും ഉടമ്പടി എടുത്തിട്ട് വീട്ടിൽ പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് അമ്മയോട് ഉടമ്പടി എടുത്തിട്ട് രാത്രി 8:30 ആയി ഞാൻ വീട്ടിൽ ചെന്ന് ഞാൻ ഡ്രസ്സ് എല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് കിടന്ന ഒരു കോള് വരുന്നു. എനിക്ക് ഒരാൾ എനിക്ക് സഹായിക്കാം, എൻ്റെ മോളെ സഹായിക്കാം പഠിക്കാനെന്ന് പറഞ്ഞ് 10,000 രൂപ രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കണം. അതുപോലും കൊടുത്ത് പഠിപ്പിക്കാൻ കഴിവില്ലായിരുന്നു. മൊത്തം ടോട്ടലി 4 ലക്ഷം രൂപ വേണം. 3 ലക്ഷം രൂപ അഡ്മിഷൻ ഫീസും എല്ലാം കൂടെ 1 ലക്ഷം രൂപ പോകുന്നതിന് ചിലവെല്ലാം വേണം. ചെന്നൈയിലാണ് പഠിക്കുന്നത്. അങ്ങനെ അയാൾ വിളിച്ച് പറഞ്ഞ് പിറ്റേന്ന് തന്നെ അയാൾ ആ 10,000 പൈസ കൊണ്ട് തന്ന് ഞാൻ മോൾക്ക് പോയി രജിസ്ട്രേഷൻ ചെയ്ത്. അപ്പോൾ അവിടുന്ന് രജിസ്റ്റർ ചെയ്യാൻ ചെന്നപ്പോൾ അയാൾ പറഞ്ഞ് പൈസ ഒന്നിച്ച് കെട്ടിവെക്കണമെന്ന്. അപ്പം ഞാൻ എൻ്റെ ജീവിത സാഹചര്യം അയാളോട് പറഞ്ഞ് അവിടെയും ഞാൻ ചെന്നെടുത്തും മാതാവും യേശുവപ്പൻ്റെയും ഇതിലാണ് ഞാൻ ചെന്നത്. അവിടെയും ഞാൻ കാശുരൂപമായിട്ട് ചെന്നപ്പോൾ അവിടെയും മാതാവും യേശുവപ്പനും ആയിരിക്കുന്നത്. അപ്പോൾ ഞാൻ കാര്യങ്ങൾ കരഞ്ഞ് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക, അമ്മയ്ക്ക് ഞങ്ങൾ ഇത് തവണകളാക്കി തരാം, തവണ വ്യവസ്ഥയിൽ അടിച്ചാൽ മതി, വേറെ ആർക്കും ഈ പരിധി കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് ലോട്ടറി കച്ചവടം ചെയ്യുന്ന കിട്ടുന്ന പൈസയും ചിട്ടിക്കും എല്ലാം കൊടുത്ത് ഞാനത് കുറച്ച് ഒരു 70,000 രൂപ, 50,000, 30,000 അങ്ങനെ അടച്ചടച്ച് അത് 2 ലക്ഷം രൂപ എൻ്റെ മോളെ ഫീസാക്കി. അങ്ങനെ അത് മോളെ ഫീസാക്കി അവളെ പഠിക്കാൻ വിട്ട്. പോന്നന്ന് മോൾക്ക് ഹോസ്റ്റൽ ഫീസ് അടയ്ക്കാൻ എനിക്ക് നിവൃത്തിയില്ലായിരുന്നു. അങ്ങനെ ഒരുപാട് പേരുടെ വിളിച്ച് അമ്മയുടെ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ച് ഒരുപാട് പേരോട് വിളിച്ച് പൈസ ചോദിച്ചു. പക്ഷേ പൈസ കിട്ടി. എനിക്ക് ലോട്ടറിക്കകത്ത് നല്ല പ്രൈസ് അടിക്കാൻ തുടങ്ങി. നല്ല പ്രൈസ് അടിക്കുന്ന ആഴ്ച 2-3 5,000 രൂപ വീതം അടിക്കുമ്പോൾ എനിക്ക് 60-90 ദിവസം കൊണ്ട് തീരുന്ന ചിട്ടി ഞാൻ 45 ദിവസം കൊണ്ട് തീർത്ത് അടുത്ത പൈസ മേടിക്കും, അടുത്ത പൈസ ഇടും. അങ്ങനെ ഞാൻ ചിട്ടി പിടിച്ച് എൻ്റെ മോളെ പഠിക്കാൻ അവളെ പറഞ്ഞു വിട്ട്. അവളിപ്പം കാർഡിയോളജി പഠിക്കാൻ ചെന്നൈ പഠിക്കുന്നു, നല്ല രീതിയിൽ പോകുന്നു. അടുത്ത വർഷത്തേക്കുള്ള മൊത്തം 4 വർഷമായിരുന്നു ഇത് പഠിക്കേണ്ടത്. അടുത്ത വർഷത്തേക്കുള്ള ഇതും എൻ്റെ കയ്യിൽ ഇതായി. എന്ന് വെച്ചാൽ എൻ്റെ അമ്മ മാതാവും എൻ്റെ യേശുപ്പനും അടുത്ത വർഷത്തേക്കുള്ള ഫീസിനുമുള്ള ഇതെനിക്ക് തന്നു കഴിഞ്ഞ്. എനിക്ക് എൻ്റെ മോളെ പഠിക്കാൻ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചത് എനിക്ക് ഇതിന് കഴിവില്ലമ്മ, എന്നെ പഠിപ്പിക്കാൻ എനിക്ക് കഴിവില്ല, എൻ്റെ കുഞ്ഞിൻ്റെ മുന്നിൽ എനിക്ക് ചെറുതായി പോയി, ഞാൻ അവളെ പഠിപ്പിച്ചില്ലെന്നും പറഞ്ഞ് ഞാൻ എൻ്റെ അമ്മയെ ഏൽപ്പിക്കുന്നു. അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അവളെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ എനിക്കിതിന് ഇതില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോയത്. പക്ഷെ അമ്മയുടെ കാരുണ്യത്താൽ എൻ്റെ മോള് നന്നായി പഠിക്കുന്നു. അടുത്ത വർഷത്തേക്കുള്ള ഫീസും റെഡിയായി. പിന്നെ എൻ്റെ അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ അടുത്തത് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ സംസാരിക്കാൻ അവന് തിരിയത്തില്ലായിരുന്നു. അങ്ങനെ അവൻ സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടെ കുട്ടികൾ അവനെ കളിയാക്കും. എന്നും വന്ന് എൻ്റെ മോൻ പറയും, അമ്മ പിള്ളേരെന്നെ കളിയാക്കുന്നു, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല അമ്മ എന്ന് പറയും. അങ്ങനെ ഞാൻ കൊല്ലത്ത് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യണമെന്ന്. ഞാൻ എന്നും എൻ്റെ ജീവിതം കഴിയുന്ന ഞാൻ അവന് സർജറി ചെയ്യാനോ ഹോസ്പിറ്റലിൽ പോകാനോ എനിക്ക് സമയമോ പൈസയോ ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് അമ്മയോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് എൻ്റെ മോൻ ഇപ്പം നന്നായി സംസാരിക്കുന്നുണ്ട്. ഓപ്പറേഷനൊന്നും വേണ്ടി വന്നില്ല. എൻ്റെ മോൻ നല്ല രീതിയിൽ സംസാരിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. എൻ്റെ അമ്മയുടെയും യേശുപ്പൻ്റെയും കാരുണ്യത്താൽ എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം തന്നെ അതാണ്.
പിന്നെ മൂന്നാമതായി ഞാൻ നിയോഗം വെക്കാത്തയാണ്. എനിക്ക് അൾസറിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. ലോട്ടറി കച്ചവടം ചെയ്യാൻ പോകുമ്പോൾ ആഹാരം ഞാൻ കഴിക്കാറില്ലായിരുന്നു. അങ്ങനെ എനിക്ക് അൾസർ വന്ന് ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ 3-4 ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ എന്തെങ്കിലും ചെയ്യണം, അല്ല അമ്മ ഇത് മരണകാലം വരെ ഗുളിക കഴിക്കണമെന്ന്. പക്ഷേ ഞാൻ എൻ്റെ ഇവിടുത്തെ ഉപ്പും തൈലവും വെച്ച് വയറ്റിൽ തൊട്ടും എന്നും രാവിലെ വൈകിട്ടും പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്ന് വരെ എനിക്ക് വയറുവേദന വന്നിട്ടില്ല. ഇതാണ് എൻ്റെ മൂന്നാമത്തെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് നേടിയത്. ഇത് ഇവിടെ വന്ന് ഈ സാക്ഷ്യം എടുത്തതിനകത്ത് എനിക്ക് കിട്ടിയ യേശുപ്പനും അമ്മയ്ക്കും കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു, ഈ അനുഗ്രഹം തന്നത്. പിന്നെ ഞാൻ പത്രം ഞാൻ ലോട്ടറി കച്ചവടം ചെയ്യുന്ന എൻ്റെ അടുത്ത് വരുന്ന എല്ലാ ആൾക്കാരോടും ഞാൻ ഈ പത്രം കൊടുത്തിട്ട് അമ്മയുടെ ഇവിടുത്തെ മഹത്വം ഞാൻ വാഴ്ത്തും. അമ്മയോട് എല്ലാ അനുഗ്രഹങ്ങളും പറയും. നിങ്ങൾ എത്ര ദുഃഖം ഉണ്ടെങ്കിലും പോകണം. എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും ഞാൻ അവരോട് പറഞ്ഞാണ് ഈ പത്രം കൊടുക്കുന്നത്. ഓട്ടോ സ്റ്റാൻഡിലും ഹോസ്പിറ്റലിലും എല്ലായിടവും ഞാൻ ഈ പത്രം കൊടുക്കാറുണ്ട്. എല്ലാവരോടും ഞാൻ അമ്മയുടെ ഇത് പറയാനുണ്ട്. എത്ര ദുഃഖം ഉണ്ടെങ്കിലും കൃപാസന മാതാവ് കഴിയൊഴിയില്ല. പിന്നെ ഞാൻ കാരുണ്യപ്രവൃത്തി ചെയ്യാൻ കൂടുതൽ പൈസയോ ഇതൊന്നുമില്ല. എങ്കിലും ഞാൻ നടന്നു പോകുന്ന വഴികളിൽ ആരെ എവിടെ എന്ത് രോഗം വന്നോ, ആഹാരം കഴിക്കാതെയോ, അവർക്ക് സുഖമില്ലയോ, ഞാൻ എന്നെ കഴിയുന്ന സഹായം അവർക്ക് ഞാൻ കൊടുക്കും. അവർക്ക് ഞാൻ ആഹാരം വേണമെങ്കിൽ ആഹാരം മേടിച്ചു കൊടുക്കും. പൈസ കൊണ്ട് സഹായിക്കുന്നവർക്ക് പൈസ കൊടുക്കും. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരമ്മ ചോറ് വെച്ച് കൊടുക്കുന്ന സ്ഥലമുണ്ട്. പാവങ്ങൾക്കും റോഡിൽ കൂടെ ഭിക്ഷക്കാർക്കും എല്ലാവർക്കും. ആ അമ്മയ്ക്കയുടെ കയ്യിൽ ഞാൻ പൈസ കൊണ്ട് കൊടുക്കും. എനിക്ക് പ്രൈസ് അടിക്കുമ്പോൾ ഞാൻ ഒരുവിധം അമ്മയുടെ കൊണ്ട് കൊടുക്കും. എന്നിട്ട് പറയാം, അമ്മ എനിക്ക് ചോറ് വെച്ച് ഹോസ്പിറ്റലിലും വല്ലയിടവും കൊണ്ട് കൊടുക്കാൻ എനിക്ക് സമയമില്ല. അപ്പം അതിനകത്ത് അമ്മ ചോറ് വെച്ച് ഇവിടെ വരുന്നവർക്ക് കൊടുക്കാൻ പറയും. ഇതൊക്കെയാണ് എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ. പിന്നെ ഞാൻ ഇന്നും അച്ഛൻ്റെ ഇത് വായിക്കും, യൂട്യൂബ് കാണും. ഞാൻ നടന്നു പോകുന്ന വഴിയിലും അച്ഛനെ യൂട്യൂബ് ഇട്ട് ഫോണിൽ കേട്ടോണ്ടാണ് ഈ പോകുന്നതും കച്ചവടം ചെയ്യുന്നതും. ഞാൻ 5:30 എഴുന്നേറ്റ് അച്ഛനെ യൂട്യൂബ് ഫോണിൽ കാണാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് ഈ അനുഗ്രഹം തന്നെ എൻ്റെ മാതാവിനും യേശുപ്പനും കോടാനുകോടി നന്ദി പറയുന്നു. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, നിന്നെ എനിക്ക് നന്നായി അറിയാം. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 17-ാം വചനമാണ്. ദൈവത്തിൻ്റെ ആഴമുള്ള ഒരു ബന്ധമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം കേൾക്കുന്നതും കാണുന്നതും. മോശ ദൈവത്തോട് അടുത്ത് നിന്നതിനാൽ ദൈവം മോശയുടെ പ്രാർത്ഥന കേട്ടു. മരിയൻ ഉടമ്പടിയിലും ദൈവത്തോടുള്ള വ്യക്തിപരമായ ഒരു ബന്ധമാണ്, ഒരു പ്രാർത്ഥനയാണ്. ദൈവത്തെ വിശ്വസിക്കാനും അവിടുത്തെ ഇഷ്ടമനുസരിച്ച് ജീവിതം നയിക്കുവാനുമുള്ള ഒരു ആത്മീയ പദ്ധതിയാണ് ഉടമ്പടി. മരിയൻ ഉടമ്പടി ദൈവം നമ്മെ സ്വന്തമാക്കുകയാണ്. ദൈവം നമ്മെ വ്യക്തിപരമായി അറിയുകയും നമ്മുടെ വേദനകൾ, നമ്മുടെ പ്രശ്നങ്ങൾ, കുടുംബ സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം ദൈവത്തിനറിയാം. ദൈവകൃപ ലഭിക്കുമ്പോൾ നമ്മുടെ ജീവിതം മാറുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പുതിയ വഴികൾ നമുക്ക് തുറന്നു തരുന്നു. ആ വിശ്വാസത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് നയിക്കുന്നത് നമ്മുടെ അമ്മയാണ്, കൃപാസനം അമ്മ. ഉടമ്പടി ജീവിതം ദൈവത്തോടുള്ള അടുപ്പമാണ്. നീ എൻ്റെ കാഴ്ചയിൽ ജീവിക്കുന്നതിനാൽ ഞാൻ നിന്നെ കൈവിട്ടു പോവുക ഇല്ല എന്നുള്ളൊരു വാഗ്ദാനമാണ്. അങ്ങനെ ഒരു വലിയൊരു സാക്ഷ്യമാണ് അനില നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. അനിലയും മക്കളും നിറഞ്ഞ ഒരു കുടുംബം. സാധാരണ ചിട്ടിവിറ്റാണ് ഈ മകൾ കുടുംബം പോറ്റുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ജീവിത പ്രശ്നങ്ങളുടെ നടുവിൽ എങ്ങും എത്താത്ത ഒരു നിമിഷത്തിൽ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഒരു ടീച്ചർ മുഖാന്തരം കൃപാസനത്തെപ്പറ്റി കേൾക്കുകയും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തത്. ഉടമ്പടി എടുത്ത ദിവസം അന്ന് തന്നെ തിരിച്ചു പോയപ്പോൾ രാത്രി 8 മണിക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. വന്ന് നിയോഗം വെച്ച് പോയതേ ഉള്ളൂ. മകൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. എന്ത് ചെയ്യണം അമ്മേ എന്ന് പ്രാർത്ഥിച്ച് നിയോഗം എഴുതി പ്രാർത്ഥിച്ചിട്ടിട്ടാണ് അമ്മയുടെ സന്നിധിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയത്. അന്ന് രാത്രി തന്നെ ഫോൺ വരികയും ഇവരോട് ഇങ്ങോട്ട് സഹായം പറയുകയായിരുന്നു. മോൾക്ക് പഠിക്കാനുള്ള ആഗ്രഹപ്രകാരം കാർഡിയോവാസ്കുലർ ടെക്നോളജി രജിസ്ട്രേഷന് വേണ്ടിയിട്ടായിരുന്നു കാശ് വേണ്ടിയിരുന്നത്, സാമ്പത്തിക സഹായം വേണ്ടിയിരുന്നത്. അന്ന് രാത്രി തന്നെയാണ് പരിശുദ്ധമ്മ ഇടപെടുത്ത്. സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. ഉടമ്പടി എടുത്ത മക്കളുടെ കൂടെ പോകുന്ന സഞ്ചാരി മാതാവാണ്. ഈ മകൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ മകൾക്കുള്ള സഹായം പെട്ടെന്ന് തന്നെ, വളരെ പെട്ടെന്ന് തന്നെ സഞ്ചാരി മാതാവ് സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഇവർക്ക് കൊടുക്കുകയായിരുന്നു.
അത് കഴിഞ്ഞ് ഈ മകൾ പറഞ്ഞതുപോലെ പെട്ടെന്നുള്ള 3 ലക്ഷം രൂപ എവിടെ നിന്ന് വന്നു എന്ന് മകൾക്കറിയില്ല. കാരണം അതത്രയും പെട്ടെന്നാണ് പരിശുദ്ധ അമ്മ എങ്ങനെയോ ഇടപെട്ട്. ഇത്രയും നാളും ലോട്ടറി കച്ചവടം ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ അന്നത്തെ ദിവസം പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം ലോട്ടറി കച്ചവടം നല്ലതുപോലെ നടക്കുകയും നല്ലൊരു പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യുകയും പിന്നീട് ഈ വർഷത്തിന് മാത്രമല്ല അടുത്ത വർഷത്തേക്കുള്ള ഫീസ് റെഡിയാക്കി തരികയും ചെയ്തു എന്നാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. നിരാശയോടെ വരുന്ന മക്കളെ, കണ്ണീരോടെ വരുന്ന മക്കളെ വെറും കൈയോടെ തിരിച്ചു അയക്കില്ല നമ്മുടെ പരിശുദ്ധ അമ്മ. ഈ മകളുടെ സാക്ഷ്യത്തിൽ സമയച്ചുരുക്കത്തിന് അമ്മയോടാണ് പ്രാർത്ഥിച്ച് നിയോഗം വെച്ചത്. അതുപോലെ തന്നെ അമ്മ എല്ലാ കാര്യവും ഏറ്റെടുക്കുകയായിരുന്നു. പിന്നീടാണ് മകന് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ. ട്രീറ്റ്മെൻറ്റ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ സ്ലോ ആണ്, ടൈം ചെയ്യും, പിന്നെ സർജറി വേണമെന്നൊക്കെയാണ് ഹോസ്പിറ്റലിൽ പറഞ്ഞിരുന്നത്. കാരണം നാക്കിൻ്റെ അടിയിലുള്ള ഒരു കെട്ടുണ്ട്, അത് സർജറി ചെയ്ത് മാറ്റണമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെങ്കിൽ അവിടെയും ഈ മകൾ വിശ്വാസത്തോടെ കണ്ണീരോടെ പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം തേച്ചപ്പോഴാണ് ഈ മകന് സൗഖ്യം ലഭിക്കുകയും പിന്നീട് സംസാരിക്കാനുള്ള ആ കഴിവ് ലഭിക്കുകയും ചെയ്തത്. അതും ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നത്. സർജറി കൂടാതെ തന്നെ ഉടമ്പടി വസ്തുക്കൾ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് ഈ മകന് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. പിന്നീടുണ്ടായിരുന്ന അൾസർ എന്നുള്ള അസുഖമായിരുന്നു. 6 മാസത്തോളം മരുന്ന് കഴിച്ചു. പിന്നീട് അതും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഈ മകൾക്ക് ആരുമില്ല എന്നുള്ള പ്രാർത്ഥനയും അമ്മ കേട്ടു. അങ്ങനെയാണ് കാനായിലെ കല്യാണത്തിന് പരിശുദ്ധ അമ്മ ഈശോയോട് പറഞ്ഞതുപോലെ തന്നെ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞ പോലെ ഇവർക്ക് ആരുമില്ല, ഇവരെ സഹായിക്കണമെന്നാണ് പരിശുദ്ധ അമ്മ ഈശോയോട് പറഞ്ഞത്. അതിന് പ്രകാരമാണ് ഈ മക്കൾക്ക് രോഗസൗഖ്യവും മകൾക്ക് പഠിക്കുവാനുള്ള എല്ലാ കാര്യവും സൗകര്യങ്ങളും കരുതിക്കൂട്ടി ഈശോയും അമ്മയും ചെയ്തു കൊടുത്തത്. പിന്നീട് മാതാവിൻ്റെ ഇടപെടൽ സുഗന്ധാഭിഷേകത്തിൽ കൂടെ ലഭിച്ചു എന്നാണ് മകൾ സാക്ഷ്യപ്പെടുത്തിയത്. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഒരു ദിവസം ലോട്ടറി കച്ചവടത്തിന് പോയില്ലെങ്കിൽ ആ വീട് പുലർത്താനാവില്ല. അതുകൊണ്ട് ഈ മകൾക്ക് കിട്ടാവുന്ന ഒരു തുച്ഛമായ വരുമാനത്തിൽ നിന്ന് അടുത്തുള്ള ഒരു ചേച്ചിക്ക് കൊടുത്ത് ആ ചേച്ചിയുടെ കൂടെ മറ്റ് കാരുണ്യ പ്രവൃത്തികളില്ലാത്തവർക്ക് കൊടുക്കുകയും മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുമായിരുന്നാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തിയത്. നമ്മളുടെ ജീവിതത്തിലും ആവശ്യപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. പക്ഷെങ്കിൽ പ്രീതി നേടിയവരായിരിക്കണം. എന്തെന്നാൽ കർത്താവ് മോശയോട് പറഞ്ഞത്, നീ ആവശ്യപ്പെട്ട കാര്യവും ഞാൻ ചെയ്യും, എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, നിന്നെ എനിക്ക് നന്നായി അറിയാമെന്നാണ്. ഉടമ്പടി മക്കൾ, നമ്മളൊരു കാര്യം മാത്രമാണ് ഈശോ ആവശ്യപ്പെടുന്നത്, ദൈവത്തിന് പ്രീതി നേടാവുന്ന മക്കളായി ജീവിക്കുവാനും വിശ്വസ്തയോടെ, വിശ്വാസത്തോടെ, ആത്മാർത്ഥതയോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുവാനുമാണ് ഈശോ അമ്മയെ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമുക്ക് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ നയിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയോടെയുള്ള ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാൻ നമുക്ക് ശ്രമിക്കാം. പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ പിടിച്ച് ഈശോയുടെയും അമ്മയും നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. അനിലേക്കും കുടുംബത്തിനും ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.